കൂട്ടുകാരെ, കടലക്കറിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്നലെ വെള്ളത്തിലിട്ട് കുതിർത്ത് വെച്ചിരിക്കുന്ന കടലയാണിത്. മഞ്ഞൾ പൊടി ഇട്ട് കൊടുക്കാം, ഇതിന് ഉപ്പിട്ട് കൊടുക്കാം, കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം. നമുക്കൊന്ന് അടിച്ചെടുക്കാം. 4-5 വിസിലടിച്ചാൽ മതി. എല്ലാം കൂടെ ഒന്ന് വഴറ്റിയെടുക്കാം. സബോള ഇട്ട് കൊടുക്കാം, ഉള്ളി, പച്ചമുളക്, വേപ്പില. സബോള നൈസായിട്ടൊന്നും അരിയണ്ട, ഈ രീതിയിൽ അരിച്ചെടുത്താൽ മതി. കറി ഇട്ട് കൊടുക്കാം. ഒന്ന് വഴണ്ട് വന്നിട്ട് ഈ രീതിയിൽ നമ്മൾ വഴറ്റിയെടുത്താൽ മതി. പൊടികൾ ചേർത്ത് കൊടുക്കാം. മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി എരിവിനനുസരിച്ച് നമ്മൾ ചേർത്ത് കൊടുത്താൽ മതി. നമുക്കൊന്ന് ചൂടാറിയിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. കറുകപ്പട്ടയും ഗ്രാമ്പൂരും ഇട്ട് കൊടുക്കാം, കുരുമുളകും കൊത്തിട്ട് കൊടുക്കാം, കറിവേപ്പില ഇട്ട് കൊടുക്കാം. അരച്ച് കൊണ്ടുവന്ന് ഒഴിച്ച് കൊടുക്കാം. നമുക്ക് വേവിച്ച് വെച്ച കടല ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർത്ത് കൊടുക്കാം. നമ്മൾ കടലയിൽ ഉപ്പിട്ടാണ് വേവിച്ചത്. കുറച്ച് ഗരം മസാലയുടെ പൊടി ചേർത്ത് കൊടുക്കാം. പുട്ടിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ കറി ഇങ്ങനെ ഉണ്ടാക്കിയേക്കുന്നത്. പുട്ടിനുണ്ടാക്കുമ്പോൾ എപ്പോഴും ചാറോട് കൂടിയ കറിയാണ് നമ്മൾ ഉണ്ടാക്കിയെടുക്കേണ്ടത്. ഇങ്ങനെ വഴറ്റി അരച്ചെടുക്കുമ്പോൾ നമുക്ക് എപ്പോഴും നമ്മുടെ ഗ്രേവിക്ക് നല്ല കൊഴുപ്പ് കിട്ടും, നല്ല ടേസ്റ്റുമാണ്. കടലക്കറി നല്ല അടിപൊളി കറിയാണ്. എൻ്റെ ഈ വീഡിയോ കാണുന്നവർ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു. ടാറ്റാ, ബൈ.